ഒരു കൺട്രോളിങ് പവർ ഇല്ലാത്തത് എന്ന് വെച്ചാൽ ഫെമിനൻ കുറച്ച് കൂടുതലായതുകൊണ്ടായിരിക്കും അല്ലെ. ഇതില് സറണ്ടറിങ് ആണോ കൺട്രോളിങ് ആണോ നല്ലത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യമാണ്. അപ്പൊ രണ്ടിനും അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് കൂടുതലുണ്ടോ, കുറവുണ്ടോ, അത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ എലമെന്റ്സിലാണെങ്കിൽ ഇപ്പം അമ്മേനെ പോലെ മദർ ടൈപ്പ് ഫെമിനൻ, ഫാദർ ടൈപ്പ് മസ്കുലൈൻ, അതുപോലെ തന്നെ ഒരു സംരക്ഷണമൊക്കെ ഒരു ഫെമിനൻ നേച്ചറാണ്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ ആണ് ഒരു മസ്കുലൈൻ നേച്ചർ ആയിട്ട് വരുന്നത്. തന്നെ സ്ത്രീകളാണെങ്കിൽ കൂടുതൽ റിസീവിങ്, കുറച്ചും കൂടെ കിട്ടാനുള്ള മീൻസ് സ്വീകരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് സ്ത്രീകൾക്ക് കൂടുതൽ. പക്ഷെ പുരുഷന്മാരാണെങ്കിൽ ഗിവിങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് അവർക്ക് കൂടുതലായിട്ട് ഉള്ളത്. സ്ത്രീകള് മെഡിറ്റേഷനിലൊക്കെ ഇൻറ്റ്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ഉണ്ടാവും. റേഷണൽ മൈൻഡ് ആയിരിക്കും പുരുഷനുള്ളത്. അപ്പം ഇത് ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളിൽ ഏതെങ്കിലും ഫെമിനൻ ക്യാരക്ടർ കൂടുതലുണ്ടോ, കുറവുണ്ടോ? നിങ്ങൾക്ക് തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെ ഇരുന്ന് അസസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രാക്ടീസസ് ചെയ്യുമ്പോഴും ഡെയിലി ലൈഫിലെ കാര്യം എടുത്തിട്ട് നമുക്ക് നോക്കാം. ഫാമിലിയിൽ ഞാൻ എങ്ങനെയാണ്, ഫാമിലിയിൽ ഞാൻ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെ ഫാമിലിയിൽ ഞാൻ സ്പേസ് കൊടുക്കുന്നുണ്ടോ? ഈ ഒരു കാര്യം നമുക്ക് തന്നെ മനസ്സിലാക്കിയിട്ട് എനിക്ക് കുറച്ച് മസ്കുലൈൻ കൂടുതലാണ്, അപ്പൊ ഞാനത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഏതാണ് ക്യാരക്ടർ കൂടുതലുള്ളതെന്നും കുറവുള്ളതെന്നും കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഹലോ, അത് ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടോ? പിന്നെ രണ്ടാമത്തത്, നമുക്ക് ഇതിന്റെ ടൈം കാലത്താണോ വൈകിട്ടാണോ ഇത് ചെയ്യാൻ ഏറ്റവും ബെറ്റർ? ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുന്ന ചോദിക്കും. റെക്കോർഡ് ക്ലാസിന്റെ കാര്യം ഞാൻ പറയാം പ്രമോദെ. നോക്കട്ടെ, ഇത് നമുക്കത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. യൂട്യൂബ് അല്ല, രണ്ടാമത്തത് നമ്മൾ ഇതിന്റെ ടൈം എപ്പോഴായിരിക്കും ഏറ്റവും ബെറ്റർ? കാലത്താണോ ഈവനിങ്? മോർണിംഗ് ആണോ ഈവനിങ് ആണോ ചെയ്യാൻ ബെറ്റർ എന്നാണ് ചോദിക്കുന്നത് മാഡം. രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ നമ്മൾ ആയുർവേദ പ്രകാരം യോഗ പ്രകാരം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാന്നാണ് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തം ഒരു 3:30 to 4:30 വരെയുള്ള ടൈം എടുക്കുന്നവരുണ്ട്. അപ്പം ഒരു 4:30 to 5:30 വരെ എടുക്കുന്നവരുണ്ട്. എക്സാക്ട്ലി 3:30 to 4:30 വരെയുള്ള ടൈമാണ് ഏറ്റവും നല്ലൊരു സമയം. കാരണം നമ്മൾ ഫ്രഷ് എയർ, അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജനലുകൾ അടച്ചിട്ടിട്ട് ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. AC-യിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് പാടില്ല. തറയിൽ ഇരുന്നുകൊണ്ട് ചെയ്യണം. ഇപ്പം തറയിൽ ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് കസേരയിൽ ഇരിക്കാം. അത് മാത്രമല്ല, നട്ടെല്ല് നേരെ ഇരുന്ന വണ്ണം ചെയ്യാനായിട്ട്. വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. നമുക്ക് ഏത് ആസനത്തിൽ വേണം. ഇപ്പം യോഗ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വജ്രാസനത്തിൽ ഇരിക്കാം, സുഖാസനം സാധാരണ ഇരിക്കുന്ന പോലെ ചമ്രം അടിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കണമെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കാം. സിദ്ധാസനം ഉണ്ട്. മെഡിറ്റേഷനിൽ യോഗികളൊക്കെ ഇരിക്കുന്നത് സിദ്ധാസനത്തിലാണ്. അപ്പൊ സിദ്ധാസനത്തിൽ ഇരിക്കാം. ഇത് ഏത് ആസനത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം. വെറുതെ കസേരയിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ബ്രേക്കിന്റെ ടൈമിൽ ഓഫീസിൽ രാവിലെ തൊട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനിടയ്ക്ക് ഒരു റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും ഇത് ഒരു ബ്രീത്ത് എടുത്ത് ബ്രീത്ത് വിടുന്നത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് രാവിലെയാണ് ഏറ്റവും നല്ല സമയം. പിന്നെ ഈവനിങ് സന്ധ്യാസമയത്തും ചെയ്യും. കൗണ്ട് ഇപ്പൊ എങ്ങനെ? 10 തവണ വെച്ചിട്ട്, ഓരോന്നും 10 തവണ വെച്ചിട്ട് ചെയ്യാം. ചോദിച്ചു. ഇതിന്റെ ബ്രീഫ് നോട്ട് കിട്ടുമോ? നോട്ട്സോ? ഇത് ആക്ച്വലി ഇതില് നമ്മൾ കൂടുതൽ തിയറി പഠിക്കുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ പ്രാക്ടിക്കൽ പഠിക്കുന്നത്. നമ്മൾ തിയറി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്.
ഏറ്റവും കൂടുതൽ നമ്മളിത് ചെയ്തത് കണ്ടല്ലോ, ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ ഉപയോഗം വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൽ ഏതൊക്കെ പ്രാണായാമങ്ങളാണ് പഠിപ്പിച്ചതെന്ന് ഒരു നോട്ട് ഞാൻ ഇതിലിടാം. അപ്പം ഈ വേർഡ്സ് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. വേദന എന്ന് പറയുമ്പോൾ ഇതിൽ വലതെടുക്കുക, ഇടതിലേക്ക് പോവാം. അതുപോലെ തന്നെ ആയാമം ചെയ്യാന്ന് പറയുമ്പോൾ ഒരേ മൂക്ക് തന്നെ ഉപയോഗിക്കും, ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുക. അതുപോലെ തന്നെ അവസാനം പഠിപ്പിച്ചത് മാത്രമേ കുറച്ചൊരു കൺഫ്യൂസിങ് ഉള്ളൂ. ഇടതിലൂടെ എടുക്കണം, വലതിലൂടെ വിടണം, പിന്നെ വലതിലൂടെ തന്നെ എടുക്കണം, ഇടതിലൂടെ വിടണം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഈ 5 ഇതിന്റെ പേരുകളും ഇടാം. പേരുകൾ മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പേരുകൾ ഗ്രൂപ്പിലേക്ക് ഇടാം. ഇന്ദു പറയും, ഇന്ദു പറയും. മാം, വേറൊന്നുമില്ലായിരുന്നു. ഫെമിനൈൻ ക്വാളിറ്റീസ് കൂടാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ അതെ അത് ഇടത്തിലൂടെ എടുത്തിട്ട് വലത്തിലൂടെ കളയുന്നതാണ്. അതെ, ഒന്ന് ഇടതിലൂടെ എടുത്തിട്ട് വലതിലൂടെ കളയുന്നത്, അത് ചന്ദ്രഭേദന. പിന്നെ ചന്ദ്ര അനുലോമ ചെയ്യാം, ഇടതിലൂടെ എടുത്തിട്ട് ഇടതിലൂടെ തന്നെ വിടുന്നത് ചെയ്യാം. അതും ഫെമിനൈൻ ക്വാളിറ്റീസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ചെയ്യാം. ലാസ്റ്റ് പറഞ്ഞത് എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്യാം. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ. മാം, എല്ലാവർക്കും റെക്കോർഡിംഗ് ഇനി എടുത്തായിരുന്നെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോകുന്ന പോലെ തോന്നുന്നു. മനസ്സിലായില്ല, ഒന്നുകൂടെ പറയോ? റെക്കോർഡിംഗ് കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ടോന്നൊരു സാറിന്റെ അടുത്ത് ചോദിച്ചിട്ട് മോനിൽ സാറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ഞാനത് നോക്കട്ടെ. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു സെഷനല്ലേ, നമുക്ക് തുടർന്ന് അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നിങ്ങൾ നോട്ടൊക്കെ ആയിട്ട് വരണം. ഫസ്റ്റ് മാഡം പറയുമ്പോൾ അത് എഴുതിയെടുക്കണം മാക്സിമം. ഓക്കെ, അങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റണം. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കണം. പിന്നെ അതോടൊപ്പം എല്ലാ നമ്മുടെ ലൈവ് ക്ലാസ്സിലും നമുക്ക് ഒരു സെഷൻ നമ്മൾ പ്രാണായാമം ചെയ്തിട്ട് നമുക്ക് എല്ലാ സെഷൻ തുടങ്ങുമ്പോഴും നമുക്കൊരു പ്രാണായാമം ചെയ്ത് തുടങ്ങാം. അപ്പൊ പിന്നെ എല്ലാവർക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും അത് പഠിക്കും. എല്ലാ ഓക്കെ. ഇതിലും കയറിയാൽ മതി. അപ്പൊ ശരി. ഓക്കെ മാം, അത് കുഴപ്പമില്ല. ഹരിവാസ്ത പറയുന്നു. സാറേ മ്യൂട്ടാണ്. മ്യൂട്ടാണ്. മാഡം നമസ്കാരം. നമസ്കാരം സർ. ഈ കോൺട്രാ ഇൻഡിക്കേഷൻസും കൂടെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ സർ, പറയാം. ഒന്ന്, രണ്ട്, മാഡം ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് നോട്ട്സ് ഇതുപോലെ ഇത് റെക്കോർഡിങ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. അത് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് കോൾഡ് ഉള്ള സമയത്ത്, ജലദോഷം ഉള്ള സമയത്ത് ഇത് ചെയ്യാനായിട്ട് പാടില്ല. ഭയങ്കരമായ ജലദോഷമുള്ള സമയത്ത്, ഇൻഫെക്ഷൻസ് ഉള്ള സമയത്ത് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ശ്വാസം മുട്ടൽ അങ്ങനത്തെ അസുഖങ്ങളുള്ള സമയത്ത് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ ശ്വാസം മുട്ടൽ മാറ്റാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ശ്വാസം മുട്ടൽ ഇല്ലാത്ത സമയത്ത് ചെയ്ത് തുടങ്ങി കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലങ് കപ്പാസിറ്റി വർദ്ധിക്കുകയും അതോടെ തന്നെ നമുക്ക് പ്രാണായാമം ചെയ്ത് നമ്മളുടെ ഇൻഫെക്ഷൻസും കാര്യങ്ങളും പിന്നെ വരാണ്ടിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു കാരണവശാലും ഇത് ചെയ്യാനായിട്ട് പാടില്ല. ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന പ്രാണായാമങ്ങളുണ്ട്. കപാൽഭാതി പോലുള്ള, ഭസ്ത്രിക പോലുള്ള ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുന്ന പ്രാണായാമങ്ങളുണ്ട്. നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അത് പഠിക്കുന്നതായിരിക്കും. മെന്റൽ ഡിറ്റോക്സ് എന്ന് പറയും. നമ്മളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നമുക്ക് ശ്വാസത്തിലൂടെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അത് നമ്മൾ ഭാവിയിൽ നമ്മൾ വരുന്ന ക്ലാസ്സസിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം കോൺട്രാ ഇൻഡിക്കേഷൻസ് ആയിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ചെയ്യാം, കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ല. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന പ്രാണായാമം. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ കോഴ്സ് മെയ് 3 നമ്മുടെ ലെവൽ 1 കോഴ്സ് വരുന്നുണ്ട്.
താല്പര്യമുള്ള ആളുകൾ അതിൽ നമ്പറുണ്ട്, അതിൽ എൻക്വയറി ചെയ്യാം, ഡീറ്റെയിൽസ് പറയാം. നമ്മളിപ്പോൾ ഉള്ളൊരു സ്റ്റേജിൽ നിന്ന് വെളിയിലേക്ക് എത്തിക്കാനായിട്ട് പവർഫുൾ ആയിട്ടുള്ളൊരു കോഴ്സാണത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ ഇന്ന് ലൈവിൽ വന്ന ഒരു 107 പേരോളം ഉണ്ട്. എല്ലാവർക്കും എൻ്റെ താങ്ക് യു സോ മച്ച്. ഇനിയിപ്പം അടുത്ത ക്ലാസ്സുകളിലും എല്ലാവരും ജോയിൻ ചെയ്യാൻ താങ്ക് യു മാഡം. താങ്ക് യു. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എത്ര അറിവുണ്ടായിട്ടും ഒരു കാര്യമില്ല. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല, ഒരു മാറ്റവും നമുക്ക് വരാൻ പോകുന്നില്ല. സോ പ്രാക്ടീസ് ദിവസവും ഒരു സമയം കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. നമ്മൾ ബാക്കി പ്രാക്ടീസസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവസാനം നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരു കുറേ ടൈം എടുത്ത് മാറ്റം വരുന്നതിലും പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങൾക്ക് വരും. ശരീരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ക്ഷേത്രമാണ് ശരീരം എന്നാണ് യോഗപ്രകാരം പറയുന്നത്. നമ്മുടെ ആത്മാവ് വസിക്കുന്ന സ്ഥലം, നമ്മുടെ ആത്മാവ് വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മളുടെ ശരീരം തീർച്ചയായിട്ടും വൃത്തിയായും ഭംഗിയായും ഫ്ലെക്സിബിളായും ആരോഗ്യത്തോടെയും വെക്കാനായിട്ട് സ്ഥിരമായിട്ട് എല്ലാവരും യോഗ ചെയ്യാനായിട്ട് ശ്രമിക്കും. താങ്ക് യു. Thank you, madam. Thank you, ma'am. Thank you very much. Thank you so much. Thank you, ma'am. Thank you so much. Thank you. Thank you so much. Thank you so much. Thank you, madam. Thank you so much. Thank you, ma'am.